My dear students, Dr. ജെയിംസ് ടൈലർ രചിച്ച ലെക്ചേഴ്സ് ഓൺ ഹോമിയോപ്പതിക് മെറ്റീരിയ മെഡിക്ക എന്ന പുസ്തകത്തെ ആധാരമാക്കിയുള്ള ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും വീണ്ടും സ്വാഗതം. ഈ പരമ്പരയുടെ 329ാമത്തെ എപ്പിസോഡിൽ അർജന്റൻ നൈട്രിക്കം എന്ന അധ്യായത്തിന്റെ 5ാമത്തെയും അവസാനത്തെയും ഭാഗമാണ് നമ്മൾ പരിഗണിക്കുന്നത്. ഈ ഭാഗത്ത് അതിൻ്റെ ചില വയറുമായിട്ടും ഹൃദയവുമായിട്ടും ഒക്കെ ബന്ധപ്പെട്ട ചില പർട്ടിക്കുലർ സിംറ്റംസ് ആണ്. നേരത്തെ ഹൃദയമായിട്ട് ബന്ധപ്പെട്ട ലക്ഷണം എങ്ങനെ ജനറലായിട്ട് വരുന്നു എന്ന് കണ്ടു. അതിൻ്റെ ഒരു പർട്ടിക്കുലർ ആസ്പെക്ട്, അപ്പോൾ ആ വ്യത്യാസങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതേപോലെ ചൈന, കാർബോയിസ് തുടങ്ങിയ ഔഷധങ്ങളുമായിട്ടുള്ള പ്രധാനപ്പെട്ട ചില താരതമ്യങ്ങളിലൂടെ വരുന്നുണ്ട്. നമുക്ക് വിശദമായിട്ട് പരിശോധിക്കാം. ഇറക്ടേഷൻസ് റിലീവ് കൊട്ടേഷനാണ്. എമ്പക്കം വിടുന്നതുകൊണ്ട് ഒരു ആശ്വാസം. വീണ്ടും കൊട്ടേഷനാണ്. ഫ്ലാറ്റ്ലൻസ് പാസസ് അപ്വേർഡ്സ് ഇൻ ക്വാണ്ടിറ്റീസ്. കീഴ്വായു മേളിലേക്ക് പ്രസ് ചെയ്യുന്നു, കീഴേ പോകുന്നതിന് പകരം അത് മേലേക്ക് കയറി വരുന്നു. ഫ്രീക്വന്റ് ഇറക്ടേഷൻസ്, ഇടയ്ക്കിടയ്ക്ക് എമ്പക്കം എക്കിട്ടൊക്കെ വരുന്നു. ഇറക്ടേഷൻസ് ഡു നോട്ട് ഓൾവേസ് റിലീവ്. അപ്പോൾ ഇറക്ടേഷൻ റിലീഫ് എന്ന് ആദ്യം കണ്ടു, അതൊരു കൊട്ടേഷനാണ്. പക്ഷെ എല്ലായ്പ്പോഴും എമ്പക്കം കൊണ്ട് തികട്ടൽ കൊണ്ട് സമാശ്വാസം ഉണ്ടാകണമെന്നില്ല. ഇറ്റ് ഇസ് മോർ ലൈക്ക് ചൈന ഇൻ ഇറ്റ്സ് ഇറക്ടേഷൻസ്. ആ കാര്യത്തിൽ ചൈനയുമായിട്ട് ഇതിന് താരതമ്യമുണ്ട്. ഇറക്ടേഷൻസ് ഓഫ് കാർബോവേജ് റിലീവ്സ് ഫോർ സം ടൈം ആൻഡ് ഹീ ഫീൽസ് ബെറ്റർ. കാർബോയിൻ്റെ കാര്യത്തിൽ ഈ ഏമ്പക്കം കുറച്ച് സമയത്തേക്ക് ആശ്വാസം കൊടുക്കും, അയാൾക്ക് മെച്ചമായിരിക്കും സ്ഥിതി. ദിസ് ഈസ് ദ വേ വിത്ത് കാർബോവിച്ച്. ഹീസ് ഡിസ്റ്റൻഡ് ഓൾമോസ്റ്റ് ടു ബേസ്റ്റിംഗ് ആൻഡ് ഹി കനോട്ട് ഗെറ്റ് അപ്പ് എനി വിൻസ്. ഇപ്പോൾ കാർബോവിച്ചിൻ്റെ കാര്യമാണ് പറയുന്നത്. അയാൾ വയറ് പൊട്ടിപ്പോവോളം, വയറും നെഞ്ചുമൊക്കെ പൊട്ടിപ്പോവോളം വായുവെന്ന് നിറഞ്ഞു, പക്ഷേ അതിനയാൾക്ക് കളയാൻ പറ്റുന്നില്ല. ബട്ട് ഫൈനലി ആഫ്റ്റർ മച്ച് പെയിൻ ആൻഡ് ഡിസ്റ്റൻഷൻ, അവസാനം കുറേ വീർത്ത് കെട്ടി ഒരുപാട് വേദന അനുഭവിച്ച് അതിനുശേഷം എന്താ ചെയ്യുന്നത്? ഇറ്റ് വെൽസ് അപ്പ് ഇൻ എംപ്റ്റി ഇറക്ടേഷൻസ് ആൻഡ് ദെൻ ഹി ഗെറ്റ് ലൈഫ്. പിന്നെ പുളിച്ചു കേട്ടൊന്നും ഇല്ലാതെ വെറുതെ ശക്തമായ ഏമ്പക്കം, ആ വായു മാത്രം പോയിട്ട് അയാൾക്ക് സമാശ്വാസം കിട്ടും. അതാണ് കാർബോജൻ്റെ രീതി. വിത്ത് ചൈന ഹീസ് ഡിസ്റ്റൻസ്. ഈ ചൈനയുടെ കാര്യത്തിൽ വീർത്ത് കെട്ടിയിട്ടുണ്ട്. ആൻഡ് എവരി ലിറ്റിൽ വൈൽ ഗെറ്റിംഗ് അപ്പ് ഗ്യാസ്, ഇടക്കിടക്ക് ഗ്യാസ് പുറത്തേക്ക് പോകുന്നുണ്ട്. ബട്ട് വിത്ത് നോ റിലീഫ്, പക്ഷെ അതുകൊണ്ട് ആശ്വാസമില്ല. അപ്പോൾ അതിൽ ചൈനയുടെ കാര്യത്തോടാണ് അർജന്റൻ നൈട്രിക്കത്തിന് സമാനതയുള്ളത്. ഇറ്റ് ഡസ് നോട്ട് സീം ടു ഹെൽപ്പ് ആൻഡ് സംടൈംസ് പേഷ്യൻസ് വിൽ സേ ദേ സീംസ് ടു ഗെറ്റ് വേഴ്സ് ആഫ്റ്റർ ഇറ്റ്. അപ്പോൾ ചില സമയത്ത് ഈ ഗ്യാസ് കുറേശ്ശെ പോകുന്നതുകൊണ്ട് സമാശ്വാസം ഇല്ലെന്ന് തന്നെയല്ല, അതുകൊണ്ട് പ്രയാസം കൂടുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഒരു വൈരുദ്ധ്യം അതും കാണാം, ആ അർജന്റൻ നൈട്രിക്കത്തിൽ കാണാം. സോ ഇറ്റ് ഈസ് വിത്ത് അർജന്റൻ നൈട്രിക്കം അറ്റ് ടൈംസ്. അങ്ങനെയാണ് അർജന്റൻ നൈട്രിക്കിന്റെ കാര്യത്തിൽ പലപ്പോഴും സംഭവിക്കുന്നത്. ചൈനയുടെ കാര്യത്തിൽ ചിലപ്പോൾ അങ്ങനെ ഉണ്ടാകാം. ഇറ്റ് എവിഡൻ്റ്ലി ഹാസ് ബോത്ത്. വ്യക്തമായിട്ടും പറയുകയാണ് കെൻറ്റിൻ്റെ നിരീക്ഷണമായിട്ട് പറയുകയാണ്, രണ്ടവസ്ഥകളും അർജന്റൻ നൈട്രിക്കത്തിലുണ്ട്. കുറേശ്ശെ ഗ്യാസ് പോകാം, അല്ലാതെ വീർത്ത് കെട്ടിയിരുന്നിട്ട് കുറേശ്ശെ പോകാം, അപ്പോൾ ആശ്വാസം. അങ്ങനെ പോയാലും ആശ്വാസം ഇല്ല, കീഴ്വായു മേലേക്ക് തള്ളി വരുന്ന സാഹചര്യവും. അങ്ങനെയൊക്കെ അർജന്റൻ നൈട്രിക്കത്തിൻ്റെ ഒരു അവസ്ഥ. ഇനി കൊട്ടേഷനാണ്. മോസ്റ്റ് ഗ്യാസ്ട്രിക് എയിൽമെന്റ്സ് ആർ അക്കമ്പനീഡ് ബൈ ബെൽച്ചിങ്. ഒരു പ്രൂവർ അല്ലെങ്കിൽ ഒരു പേഷ്യൻ്റ് പറഞ്ഞിരിക്കുന്നതാണ്. വയറുമായിട്ട് ബന്ധപ്പെട്ട ഒട്ടുമിക്ക പ്രശ്നങ്ങളോടും കൂടെ ചേർന്ന് ഈ ഏമ്പക്കം തികട്ടലൊക്കെ ഉണ്ട്. ബെൽച്ചിങ് ഡിഫിക്കൽട്ട്, ഫൈനലി എയർ റഷസ് ഔട്ട് വിത്ത് ഗ്രേറ്റ് വയലൻസ്. അതും കൊട്ടേഷനാണ്. ഏമ്പക്കം വിടൽ അല്ലെങ്കിൽ തികട്ടലൊക്കെ പ്രയാസമാണ്, പക്ഷെ അവസാനം വല്ലാത്ത ശക്തിയോട് ഇത് ഇരച്ച് പുറത്തേക്ക് പോകും. ആ ഒരു സാഹചര്യമുണ്ട്. നോസിയ ആഫ്റ്റർ എവറി മീൽ. ഓരോ തവണ ആഹാരം കഴിച്ച ശേഷവും ഓക്കാനം വരുന്നു. നോസിയ വിത്ത് ട്രബിൾസം എഫേർട്സ് ടു വൊമിറ്റ്. ഓക്കാനത്തിനോട് ഒപ്പം ഛർദ്ദിക്കാനുള്ള വളരെ പരിശ്രമങ്ങൾ നടക്കുന്നു, പക്ഷേ വളരെ പ്രയാസമാണ്. ഛർദ്ദിക്കാൻ പ്രയാസമാണ്. റച്ചിങ് എന്നൊക്കെ പറയുന്ന അവസ്ഥ വരുന്നു. ഐ ഹാവ് സീൻ ദീസ് അർജന്റൻ നൈട്രിക്കം പേഷ്യൻസ് വൊമിറ്റിംഗ് ആൻഡ് പർജിങ് ഇൻ ദ സെയിം മൊമെന്റ്. എൻ്റെ തന്നെ നിരീക്ഷണം പറയാണ്, അർജന്റൻ നൈട്രിക്കം പേഷ്യൻസ് ഒരേ സമയം വയറിളകുകയും ഛർദ്ദിക്കുകയും ചെയ്യുന്നു. ഒരേ സമയം. അതൊന്നുകൂടി വിശദീകരിക്കണം. നോട്ട് വോമിറ്റിംഗ് 1 സെക്കൻഡ് ആൻഡ് പർജിങ് ഔട്ട് ദ നെക്സ്റ്റ്. ആദ്യം ഒന്ന് ഛർദ്ദിച്ചു പിന്നെ വയറിളക്കി, അല്ലെങ്കിൽ ആദ്യം വയറിളക്കി പിന്നെ ഛർദ്ദിച്ചു, അങ്ങനെ അല്ല. ബട്ട് ഗഷിങ് ഔട്ട് ബോത്ത് വേസ് വിത്ത് ഗ്രേറ്റ് എക്സോഷൻ ലൈക്ക് കോളറ മോർബൂസ്. വല്ലാതെ രൂക്ഷമായ വയറിളക്കത്തിൽ സംഭവിക്കുന്ന പോലെ രണ്ട് ദ്വാരങ്ങളിലൂടെയും മലദ്വാരത്തിലൂടെയും വായിലൂടെയും ഒരേ സമയം ഛർദിലും വയറിളക്കവും സംഭവിക്കുന്നു.
അതാണ് അർജന്റൈനയ്ക്ക് ഇത് വരുന്നത്. എന്നിട്ട് വല്ലാതെ തളർച്ച ഉണ്ടാകുന്നു. കോളറ മോർബൂസ് വല്ലാത്ത വയറിളക്കത്തിന് പഴയൊരു പേരാണ് കോളറ മോർബൂസ്. സോ റിലാക്സ്ഡ്, വല്ലാതെ തളർന്നു. ഫ്രസ്ട്രേറ്റഡ്, ആകെ തളർന്ന അവശമായി കിടന്നു പോകുന്നു. ആൻഡ് വീക്ക്, അല്ലാതെ ക്ഷീണിച്ചു പോകുന്നു. വീണ്ടും കൊട്ടേഷനാണ് വൊമിറ്റ് സ്ട്രീക്ക് ബ്രൗൺ ഫ്ലോക്കുലൻ ലൈക്ക് കോഫി ഗ്രൗണ്ട്സ്. അപ്പോൾ ഛർദിലിനെ കുറിച്ചൊരു പേഷ്യൻ്റ് പറയുകയാണ്, തവിട്ട് നിറത്തിലുള്ള നാരുകൾ പോലെ കാണാം. ഫ്ലോക്കുലൻ്റ് എന്ന് വെച്ചാൽ ഇങ്ങനെ തോൽക്കുപ്പായത്തിലൊക്കെ വരുന്ന പോലെ രോമങ്ങൾ, കോഫി ഗ്രൗണ്ട്സ് കാപ്പിപ്പൊടി പോലെ, അല്ലെങ്കിൽ രോമങ്ങൾ നിറഞ്ഞിരിക്കുന്ന പോലെ, അല്ലെങ്കിൽ തവിട്ട് നിറത്തിലുള്ള നാരുകൾ പോലെയൊക്കെ ഛർദിൽ കാണാം. ദ സ്റ്റൊമക്ക്, ലിവർ ആൻഡ് അബ്ഡമൻ ആർ ഫുൾ ഓഫ് പെയിൻ. അടിവയറ്റിൽ, വയറ്റിൽ, കരളിൻ്റെ അവിടെയൊക്കെ വേദനയുണ്ട്. ദ അബ്ഡമൻ ഡിസ്റ്റൻഡ് വിത്ത് ഓൾ ദിസ് ട്രബിൾസം ഫ്ലാറ്റ്ലൻസ്. അടിവയറ് വല്ലാതെ വീർത്ത് കെട്ടിയിരിക്കുകയാണ്. ഇൻഫ്ലമേഷൻ ഓഫ് ദ സ്റ്റൊമക്ക്, വയറിൽ വീക്കമുണ്ട്. അൾസറേഷൻ ഓഫ് ദ സ്റ്റൊമക്ക്, വ്രണങ്ങളുണ്ട് വയറ്റിൽ. മോസ്റ്റ് ട്രബിൾസം ഡയറിയ, വല്ലാതെ പ്രയാസമുള്ള വയറിളക്കം. നമ്മൾ നേരത്തെ കഴിഞ്ഞ എപ്പിസോഡിലൊക്കെ കണ്ടതാണ് ഇതിൻ്റെ അർജന്റൈനയ്ക്ക് വയറിളക്കം. വല്ലാതെ പ്രയാസമുള്ളതാണ്. പലപ്പോഴും മാനേജ് ചെയ്യാൻ പ്രയാസം വരും. കൃത്യമായ സിംറ്റംസ് എടുത്ത് നന്നായിട്ട് പഠിച്ച് കൃത്യമായ ഔഷധം കൊടുത്താൽ മാത്രം മാറുന്ന തരം വയറിളക്കങ്ങളുണ്ട്. നമ്മളത് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കണ്ടിരുന്നത്. ഡയറിയ വിത്ത് കോപ്പിയസ് ഫ്ലാറ്റസ്, വയറിളക്കത്തോടൊപ്പം വല്ലാതെ വായുവും പോകുന്നു, കീഴ്വായു പോകുന്നു. സ്റ്റൂൾ വിത്ത് കോപ്പിയസ് ഫ്ലാറ്റസ് ഇൻ നഴ്സിംഗ് ചിൽഡ്രൻ വിത്ത് വോമിറ്റിംഗ് ആൻഡ് വിസ്കസ് സാങ്കിനോളൻ സ്റ്റൂൾസ് ആൻഡ് ടെനസ്മസ്. അപ്പോൾ ശിശുക്കളിൽ, മുലപൊടി മാറാത്ത ശിശുക്കളിൽ വയറ്റിൽ നിന്ന് പോകുന്നതോടൊപ്പം വല്ലാതെ ഗ്യാസ് പോകും. എന്നിട്ട് കുടലിൽ വലിച്ചു കോച്ചലുണ്ടാകുന്നു. രക്തം കലർന്ന തരത്തിലുള്ള കഫം കലർന്ന മലങ്ങൾ വരുന്നു. വല്ലാതെ വയറ്റിൽ നിന്ന് പോകാൻ എപ്പോഴും തോന്നിക്കൊണ്ടിരിക്കുന്നു ചെറിയ ശിശുക്കളിൽ. ഇനി കൊട്ടേഷനാണ്, ഡയറി ഓഫ് ചിൽഡ്രൻ ആഫ്റ്റർ വീനിങ്, മുലകൂടി നിർത്തിയ ശേഷം കുട്ടികളിൽ വരുന്ന വയറിളക്കം. അനദർ ഫീച്ചർ ഇൻ കണക്ഷൻ വിത്ത് ദ ഡയറിയ ആൻഡ് ഡിസെൻട്രി ഇസ് ദാറ്റ് കാസ്റ്റ് ആർ പാസ്ഡ് വിത്ത് ദ സ്റ്റൂൾ. കുടലിലുള്ള ആവരണം, കുടലിൽ നിന്ന് തൊലി, ആ ആവരണം മലത്തിനോടൊപ്പം പോകുന്നു. ലൈക്ക് ഡിഫ്തീരിക് മെംബ്രെയിൻ ഓർ ഡെപ്പോസിറ്റ്. ഡിഫ്തീരിയയിൽ വരുന്ന ആ ഒരു മെംബ്രെയിൻ ഉണ്ടല്ലോ, ആ ഒരു പാട, അതുപോലത്തെ പാട അല്ലെങ്കിൽ ഡെപ്പോസിറ്റ് പോലെ അതൊക്കെ മലത്തോടൊപ്പം പോകുന്നു. കാസ്റ്റ് ലൈക്ക് ദ റക്ടം സ്ട്രിങ്സ് ഓഫ് മെംബ്രെയിൻ കം വിത്ത് ദ സ്റ്റൂൾ. നാരുകളായിട്ടോ പാടയായിട്ടോ ഒക്കെ വയറ്റിൽ നിന്ന് പോകുന്നു. അപ്പോൾ അർജന്റൈനയ്ക്കിന്റെ മലശോധന, വയറിളക്കത്തിന്റെ മലം വളരെ ടിപ്പിക്കലാണ്. വിചിത്രമായ തരത്തിൽ പലതും വരാം. വരുന്ന സാഹചര്യവും മുലകുടിക്കുന്ന കുട്ടികളിൽ, മുലകുടി നിർത്തിയ കുട്ടികളിലൊക്കെ സവിശേഷതയിൽ വരുന്നു. സ്റ്റൂൾസ് ഓഫ് ഗ്രീൻ ഫെറ്റഡ് മ്യൂക്കസ് വിത്ത് നോയ്സി ഫ്ലാറ്റസ് അറ്റ് നൈറ്റ്. നേരത്തെ കണ്ടാണ് പച്ച നിറത്തിലുള്ള വയറിളക്കമാണ്. ഇവിടെ സ്റ്റൂള് കട്ടിയുള്ള മലമായിട്ട് തന്നെ പോകും പച്ച നിറത്തിൽ. വല്ലാതെ കഫം പോവും, ദുർഗന്ധമുള്ള കഫം, നല്ല വലിയ ശബ്ദത്തോടു കൂടി രാത്രിയിൽ കീഴ്വായു പോകുന്നു. ഈ കൊട്ടേഷനാണ്, യൂറിൻ പാസ്ഡ് അൺകോൺഷ്യസ്ലി ആൻഡ് അൺഇൻറ്ററപ്റ്റഡ്ലി. മൂത്രം ബോധമില്ലാതെ അബോധാവസ്ഥയിൽ തന്നെ നിരന്തരമായി തുടർച്ചയായി മൂത്രം പോകും, കുറേശ്ശെയല്ല ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. വീണ്ടും കൊട്ടേഷനാണ്, അർജിങ് ടു യൂറിനേറ്റ് ദ യൂറിൻ പാസസ് ലെസ് ഈസിലി ആൻഡ് ഫ്രീലി. മൂത്രമൊഴിക്കാനുള്ള ശങ്ക വരുന്നു, പക്ഷെ മൂത്രം ഒഴിക്കാൻ അത്ര എളുപ്പമല്ല, ഇത്തിരി പ്രയാസമുണ്ട്. വീണ്ടും കൊട്ടേഷനാണ്, ബ്ലീഡിങ് ഓഫ് ദ യുറേത്ര, പെയിൻഫുൾ ഇറക്ഷൻസ്, ഗൊണേറിയ. മൂത്രാശയത്തിൽ നിന്നും രക്തം വരുന്നു, ഇറക്ഷൻസ്, വേദനാജനകമായ ഉദ്ധാരണം, ഗൊണേറിയ. ഇറ്റ് ഹാസ് മോസ്റ്റ് പെയിൻഫുൾ ഗൊണേറിയ വിത്ത് പെയിൻഫുൾ ഇറക്ഷൻസ് ഇൻ ദ മെയിൽ. പുരുഷന്മാരിൽ വല്ലാതെ വേദനയുള്ള ഗൊണേറിയ ഉണ്ടാകുന്നു, ഇറക്ഷൻ ഉണ്ടാകുമ്പോൾ വല്ലാത്ത വേദന വരുന്നു. ഇൻ ദ ഫീമെയിൽ ദ വെജീന ഈസ് എക്സ്ട്രീംലി സോർ. നമ്മൾ നേരത്തെ കണ്ടാണ് സ്ത്രീകളിൽ വജൈന വല്ലാതെ നൊമ്പരമുണ്ട്. ഇവിടെ സ്ത്രീകൾ ഗൊണേറിയയോട് ബന്ധപ്പെട്ടായി പറയുന്നത്. ഒരു സൈക്കോട്ടിക് റെമഡിയാണെന്ന് തുടക്കത്തിലേ പറഞ്ഞിട്ടുണ്ടല്ലോ. ആൻഡ് ദ എക്സ്റ്റേണൽ സോഫ്റ്റ് പാർട്ട് ആർ സോളൻ. ഇത് നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്, അപ്പോൾ അത് വളരെ പ്രാധാന്യമുള്ളതാണ്. വജൈനയുടെ പുറം ഭാഗങ്ങൾ, മൃദുലമായ ഭാഗങ്ങൾ വല്ലാതെ വീക്കമുണ്ട്. ട്യൂബിഫാക്ഷൻ, വീർത്ത് കെട്ടി മുള പോലെ ഇരിക്കും. വജൈന ഫീൽസ് സോർ ഓൺ യൂറിനേഷൻ, ബ്ലഡി ഡിസ്ചാർജ്. മൂത്രമൊഴിക്കുമ്പോൾ വജൈനയിൽ നൊമ്പരം, രക്തം പോകുന്നു. ഇൻ ദ മെയിൽ ഓർക്കൈറ്റീസ് ഫ്രം സപ്രസ് ഡിസ്ചാർജ്. പുരുഷന്മാരിൽ ഡിസ്ചാർജ്, ഇവിടെ ഗൊണേറിയൽ സാഹചര്യം പറയുന്നു, ഗൊണേറിയൽ ഡിസ്ചാർജോ മറ്റേതെങ്കിലും ഡിസ്ചാർജോ അത് ഏതെങ്കിലും തരത്തിൽ സപ്രസ് ചെയ്ത് കഴിഞ്ഞാൽ
വൃഷണത്തിൽ വീക്കം വരുന്നു. ഇൻ ദ ഫീമെയിൽ ഓവറൈറ്റീസ്, സ്ത്രീകളിലാണെങ്കിൽ അണ്ടാശയങ്ങളിലാണ് വീക്കം വരുന്നത്. ഇൻഫ്ലമേഷൻ ഓഫ് ഓൾ പെൽവിക് ഓർഗൻസ്, അണ്ടാശയത്തിൽ മാത്രമല്ല ഇടുപ്പിന്റെ ഭാഗത്തുള്ള ആ ഒരു പ്രസവമായിട്ടും ഗർഭമായിട്ടൊക്കെ ബന്ധപ്പെട്ട എല്ലാ അവയവങ്ങളിലും വീക്കം വരാം. ഗ്രേറ്റ് സോർനെസ് ഓൾ ഓവർ ദ പെൽവിസ്, അതുകൊണ്ട് എല്ലായിടത്തും ആ ഭാഗത്തും നൊമ്പരം വരും. ബ്ലീഡിങ് ഫ്രം ദ വജൈന, വജൈനയിൽ നിന്നും രക്തസ്രാവം. അൾസറേഷൻ ഓഫ് ദ യൂട്രസ്, ഗർഭപാത്രത്തിൽ വ്രണങ്ങൾ ഉണ്ടാകുന്നു. കൊയിഷൻ ഈസ് പെയിൻഫുൾ ഓർ ഇമ്പോസിബിൾ, ലൈംഗിക പ്രക്രിയ വേദനാജനകമാകാം അല്ലെങ്കിൽ അസാധ്യമാകാം. വേദനയും നൊമ്പരവും കൊണ്ട് പെനിട്രേഷൻ നടക്കാത്ത സാഹചര്യം വരാം. ഇനി കൊട്ടേഷനാണ്. പെയിൻസ് ലൈക്ക് സ്റ്റിക്സ് ഓർ സ്ലിവേഴ്സ് ഇൻ ആൻഡ് അബൌട്ട് ദ വൂംബ്, ഗർഭപാത്രത്തിന്റെ അല്ലെങ്കിൽ വയറിന്റെ ഭാഗത്ത് സ്റ്റിക്സ്, നേരത്തെ നമ്മൾ കണ്ടാണ്, കമ്പുകൾ പോലെ അല്ലെങ്കിൽ മരച്ചീളുകളൊക്കെ ഇരിക്കുന്ന പോലെ ഉള്ള തോന്നല്, അതും കൊട്ടേഷനാണ്. ദിസ് സെൻസേഷൻ പ്രിവെയിൽസ് വേർ എവർ ദർ ആർ അൾസേഴ്സ്, വ്രണങ്ങളുള്ള ഭാഗത്തെല്ലാം ഈ കമ്പോ മരച്ചീളോ ഇരിക്കുന്ന ആ ഒരു തോന്നൽ എല്ലായിടത്തും ഉണ്ടാകാം. വ്രണങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് എവിടെയും വരാം. കൊട്ടേഷനാണ്. പ്രൊലാപ്സസ് വിത്ത് അൾസറേഷൻ ഓഫ് ദ ഓസ് ഓർ സെർവിക്സ്, ഗർഭാശയ മുഖത്തും മറ്റുമൊക്കെ ഗർഭാശയ നാളത്തിലൊക്കെ പേശികൾക്ക് ബലം കുറഞ്ഞിട്ട് താഴേക്ക് ഇറങ്ങി പോകുന്ന സാഹചര്യം, അവിടെ വ്രണങ്ങൾ വരാം. ഹെമറേജ് ഓഫ് ഷോർട്ട് ഡ്യൂറേഷൻ, കുറച്ചു നേരത്തേക്ക് രക്തസ്രാവം. ഷൂട്ടിംഗ് പെയിൻസ് ത്രൂ ദ അബ്ഡമൻ സ്റ്റൊമക്ക്, അടിവയറിലും വയറിലും ഇങ്ങനെ മിന്നുന്ന പോലുള്ള വേദന. മെട്രോജിയ, രണ്ട് ആർത്തവങ്ങൾക്കിടയിൽ വല്ലാത്ത രക്തസ്രാവം. കംപ്ലൈൻസ് ഓഫ് നെർവസ് വുമൺ ആൻഡ് അറ്റ് ദ മെൻസ്ട്രൽ പീരീഡ്, നാഡീ സംബന്ധമായ പ്രശ്നങ്ങളുള്ള സ്ത്രീകളിൽ ആർത്തവ സമയത്ത് വല്ലാത്ത പ്രയാസങ്ങൾ. മെൻസസ് സപ്രസ്ഡ് ഓർ സ്കാൻഡി, ഒന്നുകിൽ ആർത്തവം ഇല്ലാതിരിക്കുന്നു അല്ലെങ്കിൽ രക്തസ്രാവം വളരെ നേർത്ത തരത്തിൽ. കംപ്ലൈൻസ് ഡ്യൂറിങ് പ്രഗ്നൻസി, ഗർഭകാലത്തെ പ്രശ്നങ്ങൾ. അണ്ടർ സിംറ്റംസ് ഓഫ് ദ ഹാർട്ട് ആൻഡ് പൾസ്, ഇനി നമ്മൾ നേരത്തെ കണ്ട ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾ, അതൊരു പർട്ടിക്കുലർ നേച്ചർ വരുന്നു, അത് കൊട്ടേഷൻ ഉണ്ടാവും. ആങ്സൈറ്റി വിത്ത് പാൽപിറ്റേഷൻ ത്രോബിങ് ത്രൂ ദ ഹോൾ ബോഡി, ഉത്കണ്ഠ, നെഞ്ചിടിപ്പ്, അത് ശരീരം മുഴുവൻ കാണും. വയലന്റ് പാൽപിറ്റേഷൻ ഫ്രം ദ സ്ലൈറ്റസ്റ്റ് മെന്റൽ ഇമോഷൻ ഓർ സഡൻ മസ്കുലർ എക്സേഷൻ, ഒരു മാനസികമായ ഒരു പ്രത്യേക ഒരു വൈകാരികത കൊണ്ടോ പേശികളിൽ ശാരീരികമായി ഉണ്ടാകുന്ന ഒരു എക്സേഷൻ കൊണ്ടോ ഒരു അധ്വാനം കൊണ്ടോ അല്ലാതെ നെഞ്ചിടിപ്പ് വരുന്നു, അത് ശരീരം മുഴുവൻ വരുന്നു. പാൽപിറ്റേഷൻ ഒബ്ലിജസ് ഹെർ ടു പ്രസ് ഹാൻഡ് ഹാർഡ് അഗെയിൻസ്റ്റ് ഹാർട്ട് ഫോർ ലീവ്, അപ്പം നെഞ്ചിടിപ്പ് വരാകുമ്പോൾ അതിന് ശമനത്തിന് വേണ്ടി നെഞ്ചിൽ കൈ വല്ലാതെ അമർത്താൻ നിർബന്ധിതയായി തീരും. അപ്പം ആ പ്രസ്സിങ് കൊണ്ട് നെഞ്ചുവേദനക്കും നെഞ്ചിടിപ്പിനും റിലീഫ് ഉണ്ട്, അതൊരു പ്രധാനപ്പെട്ട മൊഡാലിറ്റി. ഹാർട്ട്സ് ആക്ഷൻ ഇറഗുലർ, ഹൃദയത്തിന്റെ പ്രവർത്തനം ക്രമരഹിതമായി, ഇന്റർമിറ്റന്റ്, ഇടവിട്ടേ പിടിക്കുന്നുള്ളൂ. ഇത്രയും കൊട്ടേഷനാണ്. ഇനി പെയിൻ ഇൻ ദ ലംബാർ റീജിയൻ കംസ് ഓൺ വൈൽ സിറ്റി, ഇരിക്കുന്ന സമയത്ത് നടുവേദന ലംബാർ റീജിയനിൽ. ബട്ട് ഈസ് ബെറ്റർ വെൻ സ്റ്റാൻഡിങ് ആൻഡ് വാക്കിംഗ്, നിൽക്കുമ്പോഴും നടക്കുമ്പോഴും നടുവേദനയ്ക്ക് കുറവുണ്ട്. പെയിൻ ഇൻ ദ ബാക്ക് ഫ്രം ഫ്ലാറ്റ്ലൻസ്, അപ്പോൾ വായുകോപം ഉണ്ട്, ആ വായുകോപം കൊണ്ട് നടുവേദന വരും. സോർ പെയിൻ ഇൻ ദ സ്പൈൻ, നട്ടലിൽ വല്ലാതെ നൊമ്പരം. പെയിൻ ഇൻ ദ ബാക്ക് അറ്റ് നൈറ്റ്, രാത്രിയിൽ മുതുകുവേദന, നടുവേദന. ഗ്രേറ്റ് വെയിറ്റ് ഇൻ ദ ലംബാർ റീജിയൻ, ലംബാർ റീജിയനിൽ നട്ടലിലേക്ക് ആ അടിഭാഗത്തായിട്ട് വല്ലാത്ത ഭാരം തോന്നുന്നു. ഇറ്റ്സ് എ വെരി യൂസ്ഫുൾ റെമഡി ഇൻ ലോക്കോമോട്ടർ അറ്റാക്സിയ, നാഡികളുടെ പ്രവർത്തനങ്ങൾ ശരിയല്ലാതെ കൈകാലുകളുടെ ചലനങ്ങൾ ക്രമരഹിതമായി നമുക്ക് ആ വ്യക്തിക്ക് അതിൽ നിയന്ത്രണം നഷ്ടപ്പെട്ടു പോയിട്ട് ആടി നടക്കുന്നു, അനിയന്ത്രിത ചലനങ്ങൾ ഉണ്ടാകുന്നു. അത് വളരെയധികം ഉപകരിക്കുന്ന ഔഷധമാണ് അർജന്റ് നൈട്രിക്. അപ്പോൾ നമുക്ക് എത്രയോ ഔഷധമാണ് അതിലുള്ളത്, എത്രയോ ആളുകൾ ഈ പ്രശ്നങ്ങളുള്ളത്, എത്രയോ ആളുകൾ അതൊക്കെ ചികിത്സിക്കാൻ പണമില്ലാതെ, പണ്ടൊക്കെ ചികിത്സ ഇല്ലെന്ന് പറഞ്ഞിട്ട് ഇതിപ്പോൾ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയിൽ പോകാൻ നിവൃത്തിയില്ലാതെ, ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, 2 രോഗികളെ, ഞാനിങ്ങനെയുള്ള രോഗികളെ കണ്ടിട്ട് ഞാൻ ഈ ബാബുശ്ശേരിയുടെ അടുത്ത് കൊണ്ടുപോയി സമ്പൂർണ്ണ സൗഖ്യം അവർക്ക് കിട്ടിയിട്ടുണ്ട്. കാരണം നമ്മളെ അത്രയ്ക്ക് ഔഷധങ്ങളാണുള്ളത്. അപ്പോൾ അതിൻ്റെ ഏത് വകഭേദത്തെയും ആ ടോട്ടാലിറ്റി നോക്കിക്കൊണ്ട് നമുക്ക് ഉചിതമായ ഔഷധം കൊടുത്തുകൊണ്ട് അതിനെ സുഖപ്പെടുത്താൻ പറ്റും. ഇവിടെ അർജന്റ് നൈട്രിക്കവും ആ കൂട്ടത്തിൽ വരുന്നുണ്ട്. നിങ്ങളുടെയൊക്കെ നാട്ടിൽ പ്രാക്ടീസ് ചെയ്യുമ്പോൾ തെരുവിൽ ഇങ്ങനെയൊക്കെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെയൊക്കെ നിങ്ങൾ കൊണ്ടുവന്ന്, അവർ ചിലപ്പോൾ വന്നിരിക്കില്ല, കൊണ്ടുവന്ന് ചികിത്സിക്കാൻ ശ്രമിക്കണം. അങ്ങനെയാണ് ഹോമിയോപ്പതിയുടെയും നിങ്ങളുടെയൊക്കെ മഹത്വം കൂടുതൽ ജനങ്ങളിലേക്ക് എത്തുന്നത്. ഞാനതൊക്കെ ചെയ്ത് എനിക്ക് വ്യക്തിപരമായിട്ട് യാതൊരു ഗുണമുണ്ടായിട്ടില്ല, സാമ്പത്തിക നേട്ടവും ഒന്നും ഉണ്ടായിട്ടില്ല. എൻ്റെ സമയം നഷ്ടപ്പെടുകയും ചെയ്തുള്ളൂ, കയ്യിൽ നിന്ന് പൈസ ചിലവായിട്ടേ ഉള്ളൂ. പക്ഷെ അതുകൊണ്ട് ആ വ്യക്തികൾക്കുണ്ടായ ഗുണം ഞാൻ അത്രേ കണ്ടിട്ടുള്ളൂ. ആ വ്യക്തികൾക്കുണ്ടായ ഗുണം, അതിനോടൊപ്പം ഹോമിയോപ്പതിയുടെ മഹത്വം വർദ്ധിക്കും.
അവർ പോയൊരു 10 പേരോടെങ്കിലും പറയും ഹോമിയോപ്പതിയിലൂടെ എനിക്ക് രോഗശാന്തി കിട്ടിയെന്ന്. ആ തരത്തിലൊരു ബോധവൽക്കരണവും ഇപ്പോൾ തീരെ ലിറ്ററേറ്റ് ആയിട്ടുള്ള ആളായിരുന്നു ഈ രണ്ടുപേരും ഒരാൾ. അയാൾക്ക് പോലും ഞങ്ങൾ ബാബുച്ചേട്ടൻ ഞാൻ ഇവിടെ ഇരുന്ന് ഹോമിയോപ്പതിയെക്കുറിച്ച് ഒരു അടിസ്ഥാന ധാരണ കൊടുത്തിട്ട് അയാളെ ഇതിൻ്റെ ഒരു ചെറിയൊരു പ്രചാരണമെങ്കിലും ആക്കിയിട്ടാണ് വിട്ടത്. അതിൻ്റെ ഗുണം എവിടെയെങ്കിലുമൊക്കെ ഉണ്ടായി കാണും. അങ്ങനെയൊക്കെ നമ്മൾ ശ്രമിക്കണം. ഗ്രേറ്റ് റെസ്റ്റ്ലെസ്നെസ്, വല്ലാതെ അസ്വസ്ഥത. ദ നെർവസ് സിംപ്റ്റംസ് ആർ വെരി ന്യൂമറസ്. പീരിയോഡിക്കൽ ട്രംബ്ലിംഗ് ഓഫ് ദ ബോഡി, ഒരു നിശ്ചിത ഇടവേളയിൽ ശരീരത്തിന് വിറയിൽ വരുന്നു. കോറിയ, ടിയറിംഗ് ഇൻ ദ ലെഗ്സ്, കാലില് വല്ലാതെ വലിച്ചുകീറുന്ന വേദനയോടൊപ്പം അനിയന്ത്രിതമായ ചലനങ്ങൾ. കൺവൾഷൻസ് പ്രൊസീഡഡ് ബൈ ഗ്രേറ്റ് റെസ്റ്റ്ലെസ്നെസ്. അപ്പോൾ കൺവൾഷൻസ് ഇതിനോട് ചേർത്ത് വായിക്കാവുന്നതാണ്. അതിന് മുൻപ് ഈ കൺവൾഷൻസ് വലിച്ചുപോച്ചിൽ വരുന്നതിന് മുൻപ് വല്ലാത്ത അസ്വസ്ഥത ഉണ്ടാവും. പ്രൊസീഡിംഗ് ആണ്, അതിന് മുമ്പാണ്. നെർവസ്, ഫെയിൻഡിഷ്, ട്രെമുലസ് സെൻസേഷൻ എക്സെട്ര, അതൊക്കെ ഇതുമായിട്ട് ചേർന്ന് വരുന്ന കാര്യങ്ങളാണ്. വല്ലാതെ തളർന്നു പോകുന്നു, വല്ലാതെ ചലനങ്ങളുണ്ടാകുന്നു, വിറയലുണ്ടാകുന്നു, ഒക്കെ ഉണ്ടാകുന്നു. ഇനി ഉറക്കത്തെക്കുറിച്ച്, ദ സ്ലീപ്പ് സിംപ്റ്റംസ് ആർ ക്വൈറ്റ് ജനറൽ. ഉറക്കത്തുമായിട്ട് ബന്ധപ്പെട്ട ലക്ഷണങ്ങൾ എവിടെയായാലും അത് പ്രായേണ അതൊരു ജനറൽ സിംറ്റമാണ്. ഡിസ്ട്രസിങ് നൈറ്റ് മെയേഴ്സ്, വല്ലാതെ പ്രയാസമുണ്ടാക്കുന്ന ദുസ്വപ്നങ്ങൾ. ദ ഡ്രീംസ് ആർ ഹൊറിബിൾ, ഭയങ്കരമായ സ്വപ്നങ്ങൾ. വേക്കൻസ് ഇൻ എക്സൈറ്റ്മെന്റ് ആൻഡ് വിത്ത് സ്റ്റാർട്ടിങ്, വല്ലാതെ ഉത്തേജിതാവസ്ഥയിൽ ഞെട്ടി ഉണർന്നെഴുന്നേൽക്കുന്നു. ആൾ സോർട്സ് ഓഫ് സ്ട്രേഞ്ച് ഹൊറിബിൾ തിങ്സ് ഇൻ സ്ലീപ്പ്, ഉറക്കത്തിൽ എല്ലാ തരത്തിലുള്ള വിചിത്രവും ഭയാനകമായ കാര്യങ്ങൾ സംഭവിക്കും. തിങ്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്, സ്വപ്നങ്ങൾ മാത്രമല്ല പലതും ഉണ്ടാകാം. ഡ്രീംസ് ഓഫ് വിഷ്യസ് ആൻഡ് വയലന്റ് തിങ്സ്, വല്ലാതെ മോശമായ അക്രമാസക്തമായ കാര്യങ്ങളെക്കുറിച്ച് സ്വപ്നം. ആൻഡ് ദാറ്റ് എവറിത്തിങ് ഈസ് ഗോയിങ് ടു ഹാപ്പൻ ടു ഹിം, ആ കാര്യങ്ങളെല്ലാം തനിക്ക് സംഭവിക്കാൻ പോവുകയാണെന്നാണ് സ്വപ്നത്തെ അയാൾ ചിന്തിക്കുന്നത്. അതുകൊണ്ടുണ്ടാകുന്ന ഡിസ്ട്രസ് ആണ്, വല്ലാത്ത പ്രയാസം. ഡ്രീംസ് ഓഫ് ഡിപ്പാർട്ടഡ് ഫ്രണ്ട്സ് എക്സെട്ര, മരിച്ചുപോയ സുഹൃത്തുക്കളെയൊക്കെ സ്വപ്നം കാണുന്നു. ഓൺ വേക്കിംഗ് ഇൻ ദ മോർണിംഗ് ലിംസ് ഫീൽ ബ്രൂയിസ്ഡ്, ഇതെല്ലാം കഴിഞ്ഞ് ഉറങ്ങുമ്പോൾ കായികാലുകളിലൊക്കെ വല്ലാതെ നൊമ്പരം. ഏക്കിംഗ് ഇൻ ദ ചെസ്റ്റ്, നെഞ്ചിൽ വേദന. കനോട്ട് സ്ലീപ്പ് അറ്റ് നൈറ്റ് ബിക്കോസ് ഓഫ് ഹീ സോ നെർവസ്, അയാളുടെ ഒരു നെർവസ് നേച്ചർ കാരണം, നാഡീ സംബന്ധമായ പ്രശ്നങ്ങൾ കാരണം അയാൾക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയും വരാം. എത്രയോ മനുഷ്യരെ അലട്ടുന്ന പ്രശ്നങ്ങളാണ് ഇതൊക്കെ. എറിസിപ്ലാറ്റസ് ബെഡ് സോർസ്, ബെഡ് സോർ തന്നെ ഒരു എറിസിപ്ലാറ്റസ് നേച്ചർ, തടിച്ച് വ്രണങ്ങളുണ്ടായി കോശങ്ങളും കരകളും ഒക്കെ നശിക്കുന്നൊരവസ്ഥ, ബെഡ് സോർ തന്നെ. വൈൽ റൈഡിങ്, പാൽപിറ്റേഷൻ ആൻഡ് ആങ്സൈറ്റി കമ്പലിംഗ് ഹിം ടു ഗെറ്റ് ഔട്ട് ഓഫ് ദ വേഗൺ ആൻഡ് വാക്ക്. നമ്മൾ നേരത്തെ കണ്ടതാണ്, സഞ്ചരിക്കാനൊക്കെ, വാഹനത്തിൽ സഞ്ചരിക്കാനൊക്കെ പ്രയാസമുണ്ട്. ഇവിടെ ഇപ്പോൾ ഒരു തീവണ്ടിയിലോ ഒരു വാഹനത്തിലോ സഞ്ചരിക്കുമ്പോൾ അയാളുടെ ഉത്കണ്ഠമെന്ന് അയാളെ മൂടിയിട്ട് എവിടെയെങ്കിലും നിർത്തുമ്പോൾ ചാടി ഇറങ്ങിയിട്ട് നടക്കാൻ തോന്നും അയാൾക്ക്, അങ്ങനത്തെ ഉത്കണ്ഠ. ആൻഡ് ദാറ്റ് റിയൽ ഫാസ്റ്റ്, നടപ്പെന്ന് വെച്ചാൽ അത്രയ്ക്ക് വേഗത നടക്കുന്നത്. പർപ്പിഷ് റാഷ് സച്ച് ആസ് അപ്പിയേഴ്സ് ഇൻ ദ മോസ്റ്റ് സീരിയസ് ഫോംസ് ഓഫ് സ്കാർലറ്റ് ഫീവർ ആൻഡ് സൈമോട്ടിക് ഡിസീസ്. പകർച്ചവ്യാധികളിലും ചെമ്പനിയിലും ഒക്കെ ഉണ്ടാകുന്ന തരത്തിലുള്ള ചെമന്ന് വയലറ്റ് കളറിലും നിറത്തിലൊക്കെ ഉള്ള തിണർപ്പുകൾ ശരീരത്തിലുണ്ടാകുന്നു. ഇറ്റ്സ് മോസ്റ്റ് നാച്ചുറൽ ആൻഡ്രോട്ട് ഈസ് നാട്രം മ്യൂറിയാറ്റിക്കം എന്ന് ഓർത്തോളം. ഏറ്റവും സ്വാഭാവികമായ ആൻഡ്രോട്ട് അർജൻ നൈട്രിക്കത്തിന്റെ നാട്രം മ്യൂറിയാറ്റിക്കമാണ്. വെൻ യു ഹാവ് ദ അൾസറേഷൻ where the throat has been cauterized or cervix uteri or eyelids have been cauterized by nitrate of sulfur, study natramure. ഒരു പഴയ രീതിയാണ് ഈ സിൽവർ നൈട്രേറ്റ് കൊണ്ട് ക്ഷാളനമൊക്കെ നടത്തി നമ്മൾ കണ്ടല്ലോ തണുപ്പിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ചെയ്തിട്ട് തൊണ്ടയിലോ ഗർഭാശയത്തിൻ്റെ മുഖത്തോ എവിടെയെങ്കിലുമൊക്കെ പൊള്ളലോ വ്രണങ്ങളോ ഒക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ പഴയ രീതിയാണ്. അങ്ങനെ വരുമ്പോൾ ഏറ്റവും സ്വാഭാവിക ആൻറ്റിഡോട്ട് നാട്രമ്യൂറാണ്. ആൻഡ് സി ഇഫ് ദ സിംപ്റ്റംസ് ഓഫ് ദ കേസ് വുഡ് നോട്ട് ജസ്റ്റിഫൈ ഇറ്റ്സ് അഡ്മിനിസ്ട്രേഷൻ. നിങ്ങൾ നോക്കുക, നാട്രമ്യൂർ കൊടുത്തതിന് ന്യായീകരിക്കത്തക്ക ലക്ഷണങ്ങൾ അവിടെ ഉണ്ടായോ എന്നും. അത് കെന്റ് വേറെ തരത്തിൽ പറയുകയാണ്. ഒരു ആൻറ്റിഡോട്ട് കൊടുക്കുമ്പോൾ ലക്ഷണങ്ങൾ അതിനെ ന്യായീകരിക്കുന്നതായിരിക്കണം എന്ന് മറ്റു തരത്തിൽ പറയുകയാണ്. ഇവിടെ ഇങ്ങനെ പൊള്ളലൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ നാട്രമ്യൂറിൻ്റെ ലക്ഷണങ്ങൾ അവിടെ ഉണ്ടാകും എന്നാണ് പറയുന്നത്. ഇല്ലെങ്കിൽ കൊടുക്കാനും പാടില്ല. ഇറ്റ് ഈസ് ദ മോസ്റ്റ് കോമൺ നാച്ചുറൽ ആൻറ്റിഡോട്ട് ഫോർ ദീസ് വിഷ്യസ് പ്രാക്ടീസസ്. പഴയ മോശം പ്രാക്ടീസസ്, അപ്പം അതില്ലാത്ത കാര്യങ്ങളാണ്. അപ്പം അങ്ങനെയൊക്കെ ഉണ്ടായിരുന്ന കാലത്ത് നാട്രമ്യൂർ ഉപയോഗിച്ചുകൊണ്ട് പലരെയും രക്ഷിച്ച ചരിത്രം ഉണ്ടായിക്കാണണം.
അതാണൊക്കെ എൻ്റെ പറയുന്നത്. ഈ ഒരു അധ്യായം വളരെ എത്രയോ അമൂല്യമായൊരു ഔഷധമാണ് അർജുൻ നൈട്രിക് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞു. അത് ശരിയായ രീതിയിൽ മനസ്സിലാക്കി ഉചിതമായി പ്രയോഗിക്കാൻ പഠിക്കുക. നമ്മൾ അക്ഷരമാലാക്രമത്തിൽ ഇനി വരുന്നത് ആഴ്സനിക്കം അയോഡേറ്റം എന്നുള്ള അധ്യായമാണ്. നമുക്ക് അടുത്ത എപ്പിസോഡ് തുടങ്ങാം. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ്.